ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ എത്താറായെന്ന് അവര് പറഞ്ഞത്. എന്താ ശ്യാമി പറയുന്നേ? ശ്യാമയെ കാണാനാണ് അവര് വരുന്നേ? ആ അതെടുത്തേ. ഭ്രാന്ത് പറയാതിരിക്കെ. അവർ രണ്ടുപേരും വരുന്ന ഫിദ മാഡത്തിനെ കാണാനാ. ആരതി വർമ്മ നേരിട്ട് വരുന്നത് കോടതിയിൽ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ തെളിവുകൾ സ്വയം കണ്ടെത്തി വാദിച്ചോളാൻ പറയാം. എനിക്ക് വരാൻ പറ്റില്ല. ഓക്കെ സർ, ഞാൻ മാഡത്തിനോട് വിളിച്ചു പറയാം. സാറിന് അറിയാലോ, ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ പ്രമാദമായ ഒട്ടേറെ കേസുകൾ മാഡം വാദിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. കോടതി മുറിയിൽ മാഡത്തിന്റെ മുമ്പിൽ വിയർക്കാനാവും സാറിന്റെ യോഗം. ഹലോ മിസ്റ്റർ ചന്ദ്രശേഖരൻ, വരുണിനു വേണ്ടി പുതിയ അഡ്വക്കേറ്റിന് ആരാ കൊണ്ടുവന്നത്? പുതിയ അഡ്വക്കേറ്റോ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ കേസിന്റെ വക്കാലത്ത് എടുക്കുന്നതും വാദിക്കുന്നതും അഡ്വക്കേറ്റ് ആരതി വർമ്മയാ. അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സർ, അത് ബാംഗ്ലൂരിലെ 2 മിനിസ്റ്റർമാരുടെ മക്കൾക്ക് എതിരെയുള്ള 2 കേസുകൾ അഡ്വക്കേറ്റ് ആരതി വർമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഫാൻ ബേസ് ചെറുതല്ല. കർണാടകയിലെ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയ പുതിയൊരു മൂവ്മെന്റ് ഉണ്ട് അവർക്ക്. സ്ട്രൈറ്റ് അവേ അതിന്റെ നട്ടല് ആ പെൺകുട്ടിയാ. സമൂഹത്തിൽ വളർന്നു വരുന്ന അനീതിക്കും ക്രൈമിനുമെതിരെ നിരന്തരം പോരാടുന്നവളാ അഡ്വക്കേറ്റ് ആരതി വർമ്മ. ആരാ ഇതിന്റെ പിന്നിൽ? ഞാൻ അന്വേഷിക്കട്ടെ. അന്വേഷിക്കാൻ നിങ്ങൾ സമയമെടുത്താ കൊടുങ്ങുന്നത് നമ്മളെല്ലാരും ഒന്നിച്ചായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. സർ, ആരതി വർമ്മ സിയെ കുറച്ച് കടുപ്പാ. മാഡത്തിനെ അറിയിക്കണ്ടേ? വേണം. പിന്നെ ശ്വേത, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ കേസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് സംഘടിപ്പിക്കാനുണ്ട്. മാഡം വരുമ്പോ എല്ലാം ക്ലിയർ ആയിരിക്കണം. ആദ്യം മാഡത്തിനോട് സംസാരിക്കാം. ആരെങ്കിലും കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാഡത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഹലോ പ്രമോദ്. ആ മാഡം, ഞാൻ സിയുടെ അടുത്ത് പോയിരുന്നു. കേസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ മാഡം നേരിട്ട് മുന്നിൽ എത്തണമെന്നാ പറയുന്നത്. ഗുഡ്. അയാളുടെ സംസാരത്തില് എന്തോ ഒളിപ്പിക്കുന്നത് പോലെ എനിക്കൊരു ഫീൽ. ആ തോന്നൽ പ്രമോദിന് മാത്രമല്ല, നിയമം പഠിച്ച എല്ലാവർക്കും ഉള്ളതാ. ബാക്കി കാര്യങ്ങൾ പറയേ. ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം. മാഡം രാവിലെ എത്തുമ്പോഴേക്കും എല്ലാം ഓക്കെ ആയിരിക്കും. ഓക്കെ. ഫ്ലൈറ്റ് ഇറങ്ങി ഞാൻ നേരെ കോടതിയിലേക്കായിരിക്കും വരാം. ശ്വേത എവിടെ? കൂടെയുണ്ട് മാഡം. ചില പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ആരതി വർമ്മയാണ് കേസെടുത്തതെന്ന് അറിഞ്ഞിട്ട് ഇവിടുന്ന് ചിലർ ബാർ കൗൺസിലിൽ നിന്ന് വിളിച്ചിരുന്നു. അഭിനന്ദനങ്ങൾ പറയാനാ. ഓ, നമുക്ക് നാളെ വിശദമായിട്ട് കണ്ടുകളയാം. ഓക്കെ, ഗുഡ് നൈറ്റ് പ്രമോദ്. ഗുഡ് നൈറ്റ് മാഡം. മാഡം നല്ല കോൺഫിഡൻസിലാ. മാഡം എപ്പോഴും അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ മാഡം ഒരിടത്തും തോൽക്കാത്തത്. അഡ്വക്കേറ്റ് ആരതി വർമ്മ എന്ന പേര് ഏത് കോടതിയിലും ആരെയും വിറപ്പിക്കാൻ പറ്റുന്ന ഒന്നാ.
അവള് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധം എനിക്കുണ്ട്. അവളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. അവൾക്ക് ജാമ്യം കിട്ടണേ. അവൾക്കിനി ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരല്ലേ. അനുഗ്രഹിക്കണേ ദൈവമേ. ദേവനാരായണൻ തിരുമേനിയുടെ ഭാര്യ വിളിക്കുന്നു. രാധിക മോളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കല്ലേ? ചിലപ്പോ ശപിക്കാനായിരിക്കും. എടുക്കാം. ഹലോ. ആ മാഡം, ഞങ്ങൾ മാഡത്തിനെ അന്വേഷിച്ച് വീട്ടിൽ പോയിരുന്നു. ഞാനും ദേവേട്ടനും. ഞങ്ങള് ഇവിടെ ശിവക്ഷേത്രത്തിനടുത്താ. ആ അറിഞ്ഞു. അയൽപക്കത്തെ ഒരു കുട്ടി പറഞ്ഞു. ഞങ്ങൾ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ മാഡം. ആ ശരി. ശരി. എന്താ? തിരുമേനി ഭാര്യ നമ്മുടെ വീട്ടിൽ ചെന്നിരുന്നു. അവരിപ്പോ ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക. ഇങ്ങോട്ടോ? ഇവിടെ എത്താറായിന്ന് അവര് പറഞ്ഞത്. എന്താ ശ്യാമി പറയുന്നത്? ശ്യാമയെ കാണാനാണ് അവര് വരുന്നത്? ആ അതെ അടുത്തേ. ഭ്രാന്ത് പറയാതിരിക്കെ. അവർ രണ്ടുപേരും വരുന്ന ഫിദ മാഡത്തിനെ കാണാനാ.